അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജനിൽ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനൽ ആയിരിക്കും. വിശ്വസിക്കാം, എന്നെ പോലെ. അർജന്റീനയുടെ ഉജ്ജ്വലമായ വിജയം, ഒരു സംശയമില്ലാത്ത ഉജ്ജ്വലമായ വിജയം. അതിൽ ബ്രീൽ എംബോലോയുടെ സെൻഡ് ഓഫ് ഉണ്ടല്ലോ, ഒരു സിമുലേഷൻ, ഒരു ഫേക്ക് ഇതുണ്ടാക്കി എന്നുള്ളത്. പക്ഷെ അത് കുറച്ച് ക്രൂരമായി പോയ ഒരു സംഗതിയാണോ എന്ന് ആർക്കും തോന്നിപ്പോകും. കാരണം അത്രയും ടൈറ്റ് സിറ്റുവേഷൻ, മാത്രമല്ല വലിയൊരു ഭീമാകാരമായിട്ടുള്ള അല്ലല്ലോ, സിറ്റുവേഷൻ നോക്കിയിട്ടല്ല റെഫറീസ് തീരുമാനം എടുക്കുക. ആ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ ടൈറ്റ് മാച്ച് ആണോ 5-0 ആണോ എന്ന് നോക്കിയിട്ട് റെഫറിങ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇത് അതേ മിനിറ്റിലൊരു റെക്ലെസ് ടാക്കിളിന് യെല്ലോ കാർഡ് കിട്ടിയ കളിക്കാരനാണ്. വളരെ അനുഭവമുള്ള കളിക്കാർ. ഇപ്പം 29 വയസ്സായുമ്പോഴും 12 കൊല്ലമായിട്ട് പ്രൊഫഷണലായി കളിക്കുന്നതാണ്. 90-ലധികം കളികൾ കളിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിന്. ഇതൊരു 18 വയസ്സുകാരനും കൂടി ഇങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കില്ല. എന്ന് വെച്ചാൽ 30-ലധികം ക്യാമറാസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്, വാറിലേക്ക് പോകാൻ പോണ ഫീഡ്. അപ്പൊ റെഫറിയുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എങ്ങാനും മറ്റേ കാർഡ് കൊടുത്താലും വാറ് കാണും നിങ്ങൾ ഡൈവ് ചെയ്തതാണ്. അതിൽ പാരഡൈസിന്റെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. ഇത് കോണ്ടാക്ട് വരുന്ന വിചാരിച്ചിട്ട് ചാടിയതാണ്, പക്ഷെ കോണ്ടാക്ട് വന്നില്ല. അപ്പൊ അത് എങ്ങനെ നോക്കിയാലും അത് സിമുലേഷൻ ആണ്. ഈ അർജന്റീന ജയിച്ച രീതി എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ കളിയിലാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര ഒരു ലേറ്റായിട്ട്, എന്താ പറയുക, അവസാന നിമിഷം അവർ കുതിക്കുന്ന ഒരു ലേറ്റ് സാൽവേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ഇത് വളരെ അൺകൺവിൻസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. എംബോളോ ആണ് അവർക്ക് കളി കൊടുത്തത് ശരിക്കും. അതുവരെ ഈ കളി കണ്ട ഒരു മനുഷ്യന് പറയാൻ പറ്റില്ല അർജന്റീന ആയിരുന്നു മികച്ച ടീം. കംപ്ലീറ്റ് ആയിട്ട്, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഒരു 54 മിനിറ്റ് തൊട്ട് ആ കാർഡ് വരെ കംപ്ലീറ്റ് സ്വിറ്റ്സർലൻഡ് ഡോമിനേഷൻ ആയിരുന്നു. ആ സ്വിസ് ഗോള് വന്നപ്പോൾ ആരും അതിശയപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അത് വരികയായിരുന്നു, ആർക്കും പറയാൻ പറ്റും അത് ഒരു ഗോൾ വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത്രയും കംപ്ലീറ്റ് ആയിട്ട് അവർ കൺട്രോൾ ചെയ്തു. അർജന്റീനയുടെ ഒരു വിധത്തിലുള്ള പ്രസ്സിങ് ഉണ്ടായിരുന്നില്ല, പാസിങ് ഉണ്ടായിരുന്നില്ല, ക്രിയേറ്റിവിറ്റി സീറോ, മെസ്സിക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു സെറ്റ് പീസിന് ഒരു ഗോൾ അടിച്ചതിന് ശേഷം അവരൊന്നും ചെയ്തിട്ടില്ല. 72-ാം മിനിറ്റിലെ കാർഡ് വരെ 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് അർജന്റീന. അത് കഴിഞ്ഞിട്ട് 10 ആൾക്കെതിരെ കളിക്കാൻ കുറെ കൂടി എളുപ്പമാണ്. ഗ്യാപ്സ് ഉണ്ടായിരുന്നു, അത് അവർ മുതലാക്കി. എന്നിട്ടും ഒരു മാജിക് ഗോള് കാരനാണ് ജയിക്കുന്നത്. ഈ മെസ്സിയുടെ പിന്നെ സെറ്റ് പീസ് ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്ന സമയത്ത് നമ്മൾ അതും വളരെ ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ, കാരണം നമ്മൾ ഈ ടൂർണമെൻറ്റിൽ മുഴുവൻ കാണുന്ന എല്ലാ കളിയിലും മെസ്സി അതിഭയങ്കരമായിട്ട് അതായത് സെൽഫിഷ് അല്ലാത്ത ഒരു കളിക്കാരൻ്റെ ഏറ്റവും വലിയ മികവ് ഇന്നലെയും കണ്ട ദിവസമാണ്. കാരണം ഈ മെസ്സിക്ക് കിട്ടുന്നില്ല, പക്ഷെ മെസ്സി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ ഗോളിലും ഇപ്പം സ്വിറ്റ്സർലൻഡിൻ്റെ കോച്ച് മുറാറ്റ് യാക്കിനാണെങ്കിൽ ഇന്നലെ 2 കളിക്കാർ കാരണം നിങ്ങൾ കളി തോറ്റ. ഒന്ന് എംബോളോ, രണ്ടാമത് മാനുവൽ അക്കാഞ്ചി. ആ കോർണറിൽ ഒരിക്കലും അലക്സിസ് മെക്കാലിസ്റ്റർ അത് ഹെഡ് ചെയ്യാൻ പാടില്ല. എങ്ങനെ 5 അടി 9 ഇഞ്ച് പൊക്കമുള്ള മെക്കാലിസ്റ്റർ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള അക്കാഞ്ചി ഹെഡ് ചെയ്യാൻ പറ്റാത്ത ബോൾ ഇവൻ ഹെഡ് ചെയ്യുന്നു? അതൊരിക്കലും നടക്കാൻ പാടില്ല. നിങ്ങളൊരു സെൻട്രൽ ഡിഫൻഡർ ആണെങ്കിൽ നിയർ പോസ്റ്റിൽ വേറെ നിങ്ങളുടെ എത്രയോ ചെറുതായ ഒരാൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ഫ്രീ ഹെഡർ പോലെയായിരുന്നു. അതൊരിക്കലും കിട്ടാൻ പാടില്ല. അത് തീർച്ചയായിട്ടും അക്കാഞ്ചിയുടെ മിസ്റ്റേക്ക്. അതും എംബോളോന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എത്രയോ അനുഭവമുള്ള ഒരു കളിക്കാരൻ, മാഞ്ചസ്റ്റർ സിറ്റിക്കൊക്കെ കളിച്ച ഒരു കളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഈ ആൽവാരസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ ദിലീപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാരണം ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ വലിയ ഇതാണ്. പക്ഷെ ഇന്നലെ അത്യപൂർവമായ ഒരു ഗോൾ, കാരണം ഈ ടൂർണമെന്റിൽ അങ്ങനെ തിളങ്ങിയിട്ടില്ലാത്തൊരു കളിക്കാരനാണ്. പക്ഷെ അതൊരു വലിയ ഡിസിഷൻ മേക്കിംഗ് ഗോളുമായിരുന്നു. അങ്ങനെയുണ്ട് ആൽവാരസിന്റെ ആ ഗോൾ. ഇന്നലെ ആ ഒരു ഗോള് വരെ ആൽവാരസിന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ട് നമ്മൾ കളിയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്ത് മാത്രം അതുവരെ സ്വിറ്റ്സർലൻഡ് ഒരുവിധം എല്ലാ ഷോട്ടും അവർ ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ചെയ്യാൻ വരും, അല്ലെങ്കിൽ പാസ് ബ്ലോക്ക് ചെയ്യും. ഇന്നലെ പക്ഷെ മാർട്ടിനസ് ഒന്ന് പാസ് കൊടുത്ത്, അപ്പൊ കുറച്ചൊരു സ്പേസ് ഓപ്പൺ അപ്പ് ചെയ്തു. പിന്നെ പെട്ടെന്ന് ആദ്യം സ്വിസ് ഡിഫൻഡേഴ്സ് നോക്കുക മെസ്സി എവിടെയാണെന്നാണ്. അപ്പൊ ആ ഒരു സമയം കണ്ടിട്ട് അത് പിന്നെ ഭയങ്കര ഒരു ഷോട്ടായിരുന്നു. എംബാപ്പയുടെ ഗോള് പോലെ ഡിഫൻഡർ ഒരു സ്ക്രീനായി ഉപയോഗിച്ചിട്ട് കേൾ ചെയ്ത് അത് ഒരു ഗോളിക്കും തടുക്കാനും പറ്റില്ല. ഈ ലൊത്താരോയുടെ ഗോളോ?
അത് പിന്നെ ബ്രേക്ക് സ്വിറ്റ്സർലൻഡിന് ഒരു രക്ഷയില്ല. അവർക്ക് മുന്നോട്ട് പോവാതെ ഉം. 2-2 ആക്കാൻ എല്ലാ കളിക്കാരെയും മുന്നോട്ട് വിട്ടു. പിന്നെ കൗണ്ടർ അറ്റാക്കിൽ ഉം. അത് സൃഷ്ടിച്ചത് മുഴുവൻ അൽമാഡയാണ്. അൽമാഡ വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കി. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയപ്പോൾ കുറേയും കൂടി അവർക്ക് ഒരു എനർജി കൊടുത്തു. കുറച്ചും കൂടി ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ ഈ ബോൾ വെച്ചിട്ട് ലോങ് ഷോട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ പല കളിയിലും കണ്ടിട്ടുണ്ട് ഗോൾ കീപ്പേഴ്സ് ഫംബിൾ ചെയ്യുന്നത് ലോങ് ഷോട്ട്. അപ്പോൾ അത് അൽമാഡ് ഇന്നലെ ഒരു 1-2 തവണ അത് ട്രൈ ചെയ്തു. ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. ഉം. അത് നന്നായി കളിച്ചു വന്നപ്പോൾ അവർ എൻ്റെ അഭിപ്രായത്തിൽ സെമിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കളിക്കാരനാണ്. ഈ ഗോൾ കീപ്പേഴ്സിനെ പറയുകയാണെങ്കിൽ മാർട്ടിനസിന്റെ വീക്ക്നെസ് ഒക്കെ മനസ്സിലാകുന്ന കളികളാണ് ഇപ്പം 2-3 പ്രാവശ്യം നമ്മൾ കാണുന്നത്. അതേസമയം ഗ്രിഗർ കൊബേലിൻ്റെ ഏറ്റവും ഭയങ്കരമായ പെർഫോമൻസ് തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അയാൾക്ക് 1-2 മിസ്റ്റേക്കുകൾ പറ്റി. എന്നാൽ പോലും നമ്മൾ ഈ ടൂർണമെന്റിൽ കണ്ടിട്ടുള്ള ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറല്ലേ കൊബേൽ. ആയിരുന്നു. ഇത് ഇന്നലത്തെ 2 ഗോളിനും ഗോൾ കീപ്പറുടെ ഭാഗത്ത് കുറ്റമില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഉം. ഗോളിന് സെന്റർ ഹാഫാണ് അത് പിക്കപ്പ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. മെക്കാലിസ്റ്റർ അടിക്കുന്നു. അത്രയും അടുത്തുനിന്ന് ഗോൾ കീപ്പർക്ക് ഒരു ഹെഡർ തടയാൻ വലിയ വിഷമമാണ്. രണ്ടാമത്തെ ഗോളിന് പിന്നെ പറഞ്ഞ പോലെ ഒരു കീപ്പർക്കും അങ്ങനത്തെ ഒരു ഷോട്ട് തടുക്കാൻ പറ്റില്ല. അത് വലയുടെ സൈഡിലാണ് പോയി ബോള് പോയിട്ടുള്ളത്. അപ്പൊ അത് സേവ് ചെയ്യാൻ പറ്റാത്തൊരു ഷോട്ടാണ്. പിന്നെ മൂന്നാമത്തേലും ആദ്യത്തെ അൽമാഡിന്റെ ഷോട്ട് തടുത്തു. രണ്ടാമത്തെ റീബൗണ്ട് വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാർട്ടിനസിനെ ഞാൻ അധികമൊന്നും കുറ്റം പറയില്ല. അത് ആ മൂവിന്റെ മികവായിരുന്നു. എൻഡോയും റോഡ്രിഗസും തമ്മിലുള്ള ഒരു 1-2. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അർജന്റീന ഡിഫൻസിന്റെ വലത്ത് ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. അത് നല്ല ടീമുകൾ അത് എന്തായാലും എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതാണ് ഇന്നലെ സ്വിറ്റ്സർലൻഡ് ചെയ്തത്. അതിൽ ഗോൾ കീപ്പറെ ഞാൻ അധികം കുറ്റം പറയില്ല. ഈ അർജന്റീന ഇംഗ്ലണ്ടുമായിട്ടാണല്ലോ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് വലിയ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ ചോദിക്കുന്ന പോലെ ദിലീപിലയിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോലും, കാരണം അത്തരം കാര്യങ്ങൾക്കൊന്നും ഫുട്ബോൾ പ്രസക്തിയില്ല എന്നാണല്ലോ ദിലീപ് പറയുന്നത്. എന്നാൽ പോലും ഒരു എത്രയോ കാലമായിട്ടുള്ള ഇപ്പം മറഡോണ തൊട്ടിങ്ങോട്ട് അതിൽ തന്നെ പലരും പിന്നെ അതിൽ ഡിവിഷൻ ഉണ്ടാവും, എന്താ ഇത് ശരിയാണ് അത് ശരിയാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ ഒരു വലിയ മീറ്റിലേക്കാണ് ഇത് പോകുന്നത്. അത് കഴിഞ്ഞിട്ടും വാശിയേറിയ കളികൾ ഉണ്ടായിട്ടുണ്ട്. 98 ബെക്കമിന്റെ റെഡ് കാർഡ് സിമിയോണി ചെറുതായിട്ട് ഇതാക്കിയിട്ട്. പിന്നെ 2002 ബെക്കം പെനൽറ്റി അടിച്ചിട്ട് അർജന്റീന അത് കാരണം ആ കളി തോറ്റത് കാരണം അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ചരിത്രമുള്ള ഒരു കളിയാണ്. അതെങ്ങനെയായിരിക്കും അത്? അതിനെ ഇപ്പം നമ്മൾ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. എന്നാൽ പോലും അതിലേക്ക് വരുന്ന സമയത്ത് ഒരു ശരിക്കും അർഹിക്കാതെ സെമി എത്തിയിട്ടുള്ള 2 ടീമാണിത് ഇന്നത്തെ കളി വെച്ച് നോക്കുമ്പോൾ. ശരിക്കും റെഡ് കാർഡ് വരെ സ്വിറ്റ്സർലൻഡ് ആയിരുന്നു നല്ല ടീം. മറ്റേതിലും ബെല്ലിംഗം ഒരു സുപ്രീം അത്ലീറ്റ് ആണ്. ബെല്ലിംഗമിന്റെ ആ റിയാക്ഷൻ കാരണം ഇംഗ്ലണ്ട് ജയിക്കുന്നു. അതുവരെ ശരിക്കും സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചും നോർവേ ആയിരുന്നു നല്ല ടീം. അവർ ബാറ് സ്ട്രൈക്ക് ചെയ്തു അയാളുടെ ഒരു ഹെഡറിൽ. ശരിക്കും അവർക്കായിരുന്നു നല്ല സാധ്യതകൾ ജയിക്കാൻ. പക്ഷെ ബെല്ലിംഗം ഒരു സൂപ്പർ സ്റ്റാർ ആയത് കാരണം ഇംഗ്ലണ്ടും സെമിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഹാലൻഡിന് എന്താണ് പറ്റിയത്? കാരണം എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പം പാസസ് ഉണ്ട്, 25 ടച്ചസ് എങ്കിലും ഉണ്ട് ഇല്ലേ? 25 പക്ഷെ ഹാലൻഡ് കളി തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് ഒരു കാരണം, ഞാൻ കളിക്കാരെ അധികം കുറ്റം പറയില്ല. ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ വരുന്നതിന് മുമ്പ് ഒരു ബെല്ലിംഗമിന്റെ ഒരു അഭിമുഖം വായിച്ചു. കോച്ച് നിങ്ങളെ കുറെ വിമർശിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. തോമസ് ടൂക്കൽ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ നന്നായി കളിച്ചില്ല, ലക്കി ആയിട്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ബെല്ലിംഗമിനോട് അത് ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾ ഇങ്ങനത്തെ കളിക്കാരെതിരെ കളിച്ചിട്ടുണ്ടാവില്ല, അത് കാരണമാണ് പറയണത്. ഈ ഹാലൻഡ്, നൂസ, ഓഡെഗാർഡ് ഇവരുടെയൊക്കെ സോളോത്ത് ഇവരുടെയൊക്കെ എതിരെ കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ നന്നായി കളിച്ചു. എല്ലാ കളിയിലും 1000 പാസൊന്നും കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഡേർട്ടി ആയിട്ട് കളിച്ചിട്ട് ജയിക്കണം, അത് ഞങ്ങൾ ചെയ്തു എന്നാണ് ബെല്ലിംഗം പറയുന്നത്. പക്ഷെ കോച്ച് പറയുന്നത് ഞങ്ങൾ ലക്കി ആയിട്ട് ജയിച്ചതാണ് പൊതുവെ. പക്ഷെ എല്ലാ കളിക്കാർക്കും ഇപ്പൊ ബെല്ലിംഗമിനെ മാറ്റി നിർത്തിയാല് ഒരു 70-80 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആർക്കും ഓടാൻ വയ്യ ശരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒഴികെ. നോർവേയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റി. കിക്ക് ഓഫ് സമയത്ത് 33 ഡിഗ്രി ചൂട്. അത് ഫീൽസ് ലൈക്ക് 43. അവിടെ ഇവിടുത്തെ പോലത്തെ ഹ്യൂമിഡിറ്റി ആണ് മയാമിയിൽ.
അത് ഫുട്ബോൾ കളിക്കേണ്ട ഒരു കാലാവസ്ഥയല്ല, ആർക്കും കളിക്കാൻ പറ്റില്ല അതിൽ. അപ്പം അത് കാരണം നമ്മൾ നോർവേ ഒരു 60 മിനിറ്റ് ശരിക്കും നന്നായി കളിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ പല കളിക്കാർക്കും ഓടാൻ വയ്യാത്തൊരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. ബെല്ലിങ്ങമിൻ്റെ രണ്ടാമത്തെ ഗോളിന് തന്നെ ആ റീബൗണ്ട് കീപ്പർ അത് തള്ളി പുറത്തേക്ക് വിടുമ്പോൾ വേറെ ഒരു കളിക്കാരന് മൂവ് ചെയ്യാൻ വയ്യ. ബെല്ലിങ്ങം മൂവ് ചെയ്ത് കാല് നീട്ടിയത് ഗോളാക്കുകയാണ്. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ആ ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്കും മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ. ഈ നമ്മൾ നോർവേ പുറത്താകുന്നതോട് കൂടിയിട്ട് ബെൽജിയം പോയി. ബെൽജിയം എപ്പോഴും എല്ലാ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോഴും അണ്ടർ ഡോഗ്സ് എന്ന് പറയും. പക്ഷേ ഏറ്റവും ഒരു റൊമാൻറ്റിക് അണ്ടർ ഡോഗ്സ് എന്ന് പറയാവുന്ന രീതിയിലാണ് നോർവേ വന്നത്. നോർവേ പുറത്താകുമ്പം ദിലീപ് നോർവേക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക, നോർവേനെ നമ്മളെങ്ങനെ പ്ലേസ് ചെയ്യും? നോർവേ അവർ, എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും വലിയ ഫാൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഒരു ക്വാർട്ടർ വരെയൊക്കെ എത്താൻ പറ്റുന്നതായിരിക്കും. അതിനപ്പുറം പോവാൻ ഒന്നാമത് നമ്മൾ വളരെ അനുഭവമുള്ള ടീമുകൾക്കെതിരെ കളിക്കും. നോക്കൗട്ട് ഫുട്ബോളിൻ്റെ അനുഭവമുള്ള അത് വേറെ തന്നെ ഒരു ഇതാണ്. ഇപ്പോൾ ഒരു ക്വാളിഫയിങ് ക്യാമ്പയിനിൽ ഒരു ഇറ്റലിയെ തോൽപ്പിക്കുക, അതും ഒരു വലിയ ടീമിനെ വേൾഡ് കപ്പിൽ തോൽപ്പിക്കുക, അത് തമ്മിൽ വലിയൊരു വ്യത്യാസം. എന്ന് വെച്ചാൽ ഇത് ലോകം മുഴുവൻ കാണുന്ന ഒരു കളി. മറ്റേത് നിങ്ങളുടെ ക്വാളിഫയിങ് മാച്ച് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും. അല്ലാതെ ഇവിടെ ഒന്നും 10 കോടി ആൾക്കാരൊന്നും ഇരുന്ന് ഒരു നോർവേ ഇറ്റലി ക്വാളിഫയർ ആരും കാണാൻ പോകുന്നു. അപ്പം അതാണ് വലിയൊരു വ്യത്യാസം. ആ പ്രഷർ വേറെ തന്നെയാണ്. ഈ ലോക റാങ്കിങ് അനുസരിച്ച് തന്നെയാണ് സെമി. ആദ്യത്തെ 4 ടീമാണ് സെമിയിലെത്തിയിട്ട്. ഈ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ അർജന്റീന 1, സ്പെയിൻ 2, ഫ്രാൻസ് 3, ഇംഗ്ലണ്ട് 4 ആയിരുന്നു. ഈ 4 ടീമാണ് സെമിയിലെത്തിയത്. ബാക്കി 10 ആദ്യത്തെ 10 ബെൽജിയമും മൊറോക്കോയും കൂടി ക്വാർട്ടർ എത്തുകയും ചെയ്തു. അല്ല, ഞാൻ അതിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് സ്പെക്ടക്കിൾ എന്നുള്ള രീതിയിൽ കളിക്കാരനത് കാണേണ്ട കാര്യമില്ലല്ലോ, കാണികൾക്കാണല്ലോ ഇപ്പം നോർവേ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും നോർവേ ഒരു നല്ല ടീമാണെങ്കിൽ അതിൽ കോച്ചിങ് ഉണ്ട്, അതിനകത്ത് മറ്റ് ഡിസിപ്ലിൻ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് പിന്നെ ഇപ്പം ഇറ്റലിയെ ഒരു ക്വാളിഫയിങ് റൗണ്ടിൽ തോൽപ്പിക്കുന്ന ഒരു ടീമിന് എന്തുകൊണ്ട് ഇവിടെയും അത് പെർഫോം ചെയ്യാൻ പറ്റാത്തത്? കുറേയൊക്കെ ലക്കാണ്. ഇപ്പോൾ അവരുടെ ഒരു ഗോൾ അടിച്ചത് രണ്ടാം പകുതിയിൽ, അത് വാർ ഡിസലവ് ചെയ്തത്. റെഫറി സ്ക്രീൻ പോയി കണ്ടിട്ട് അത്. പക്ഷേ പുതിയ നിയമം, അത് വളരെ ആവശ്യമായിട്ടുള്ള നിയമം, ഈ പെനൽറ്റി ബോക്സിലത്തെ തെമ്മാടിത്തരം നിർത്താൻ വേണ്ടി ഫിഫയുടെ റൂൾസ് ഇപ്പോൾ ഡിഫറെൻ്റ് ആണ്. EPLൊക്കെ ഇങ്ങനത്തെ തള്ളലും ഉന്തലും മറ്റേ ജേഴ്സി വലിക്കലും ഒക്കെ അനുവദിക്കും കിക്ക് എടുക്കണതിന് മുമ്പ്. അത് കഴിഞ്ഞാലേ അവർ ഫൗള് വിസിലുള്ളൂ. കിക്ക് എടുക്കണതിന് മുമ്പ് എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഒന്നും ചെയ്യില്ല EPL. എൻ്റെ പ്രതീക്ഷ ഇത് കണ്ടിട്ട് റൂള് മാറുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫുട്ബോളാണ് കാണേണ്ടത്, റഗ്ബി അല്ല. റഗ്ബി കാണണമെങ്കിൽ ഞാൻ സ്പ്രിംഗ് ബോക്സിന്റെ മാച്ച് വേറെ കണ്ടോളാം, അല്ലാതെ ഇത് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ആ ഒരു റൂള് ഹാളൻഡ് വിചാരിച്ചത് EPL ചെയ്യണ പോലെ ഒരാളെ തള്ളി മാറ്റാം. പക്ഷെ അത് ഫുട്ബോളിൽ നമുക്ക് കൈ പൊക്കാൻ പാടില്ല, അത് പൊക്കിയ ഫൗളാണ്. അപ്പൊ അതെങ്ങനെ നോക്കിയാലും അത് വാറ് ഡിസലവ് ചെയ്യുന്ന അറിയായിരുന്നു. അപ്പൊ വളരെ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരുടെ ഭാഗത്തു നിന്നും ബേസിക് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ കളികളിൽ. ഇതിലും പിന്നെ കോച്ചിനെ ഇപ്പം ഭയങ്കരമായിട്ട് വിമർശനം വരുന്നുണ്ട് നോർവേയുടെ. കാരണം ഹാലൻഡിന്റെ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പക്ഷെ ഓടാൻ പറ്റാത്തൊരു കളിക്കാരനെ അവിടെ ഫീൽഡിൽ വെച്ചിട്ടൊരു കാര്യമില്ല. ഹാലൻഡിന്റെ അടുത്ത് നിന്ന് ഒരു മൂവ്മെന്റും ഉണ്ടായിരുന്നില്ല. ഹാലൻഡിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവെ അവരുടെ ഫ്രണ്ട് ലൈൻ എല്ലാം സ്റ്റാറ്റിക് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ മാത്രമല്ല, ഇംഗ്ലണ്ടിന്റെ അതെ പല കളിക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ ആ കാലാവസ്ഥ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് എക്സ്ട്രാ ടൈമിലേക്ക് പോയതിന് ശേഷം. ഈ നമ്മൾ ബെല്ലിംഗ്ഹാമിനെ പറ്റി പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന കളിയും കൂടി വെച്ചിട്ട് ദിലീപിന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കാരണം ഒരു വലിയ ഒരു ഫിനോമിനൽ ഫാക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ബെക്കമിനെ പറ്റിയൊക്കെ ഇപ്പം സംസാരിക്കുന്നുണ്ടല്ലോ. ബെക്കമിൻ്റെ എന്നൊക്കെ എത്രയോ വലിയ ഫുട്ബോളറാണ് ബെക്കം. ഒരിക്കലും ഈ ഒരു ലെവലിലായിരുന്നു. ബെക്കമിൻ്റെ ഒരു സ്കില്ലുണ്ടായിരുന്നു, ക്രോസ് ചെയ്യാൻ, നന്നായി പാസ് ചെയ്യുകയും ചെയ്യും. ബെല്ലിങ്ങം ഒരു കംപ്ലീറ്റ് ഫുട്ബോളറാണ്. ഇന്നലെ 5 ഷോട്ട്, അതിൽ 2 ഗോളായി. 10 ഡ്യൂവലിൽ 7 ജയിച്ചു. പിന്നെ
ഇംഗ്ലണ്ടിന് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ വേറെ ആർക്കും ഒരു എനർജി ഇല്ലാത്ത സമയത്ത് ആ വിന്നിങ് ഗോൾ നേടുന്നു. അത് കുറേ അതിൻ്റെ ജെനറ്റിക്സും കൂടി ഉണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അമ്മയുടെ കുടുംബം ജമൈക്കയും കെന്യയും ആൻസിസ്ട്രിയാണ്. അത് 2 സുപ്പീരിയർ അത്ലറ്റിക് നേഷൻസ് ആണ്. അത് കാരണം ആ എൻഡ്യൂറൻസ് ബാക്കി കളിക്കാർക്ക് ഇല്ലാത്തത് ബെല്ലിംഗമിനുണ്ട്. അതാണ് 93-ാമത്തെ മിനിറ്റിലും അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഹിസ്റ്റോറിക്കലി ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും സെമി ഫൈനലിൽ, ഇപ്പം 4ാമത്തെ സെമി ഫൈനലാണെന്ന് തോന്നുന്നു ഇംഗ്ലണ്ടിൻ്റെ. അതെ. പക്ഷേ അതിന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഇത് കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഈ കളിയിൽ ഇപ്രാവശ്യം ചിലപ്പോൾ ബെല്ലിംഗാം ഒരു ഫാക്ടറായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ ഇംഗ്ലണ്ടിനെ? അതിന് പ്രാപ്തമായ ഒരു ടീമല്ലേ അത്? അർജന്റീനക്കെതിരെ അവർക്ക് എന്തായാലും ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അർജന്റീന നോക്കൗട്ട് റൗണ്ട്സിൽ കളിച്ച പോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കളിച്ച പോലെ കളിച്ചാൽ ഇംഗ്ലണ്ട് ജയിക്കുന്ന എനിക്ക് ഉറപ്പാണ്. കേപ്പ് വേർഡയുടെ എതിരെയും ഈജിപ്തിന്റെ എതിരെയും സ്വിറ്റ്സർലൻഡിനെതിരെ ഒറ്റ കൺവിൻസിങ് പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഫ്രാൻസിന്റെ ഒക്കെ പുരോഗമനം നോക്കിക്കഴിഞ്ഞാൽ അവര് പെർഫെക്റ്റ് ചില ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്വീഡനെതിരെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു. പാരഗ്വേയുടെ ഗുണ്ടായിസം അവർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. മൊറോക്കോനെ വളരെ നല്ലൊരു മൊറോക്കോ ടീമിനെ കംപ്ലീറ്റ് ആയി ഔട്ട് പ്ലേ ചെയ്തു. സ്പെയിനും അതേപോലെ വളരെ നല്ല സ്റ്റാൻഡേർഡിൽ കളിച്ചിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു പെർഫോമൻസ് അർജന്റീനയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ നോക്കൗട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ 4 വലിയ ടീം നേരത്തെ ദിലീപ് സൂചിപ്പിച്ച പോലെ, അതായത് ലോക റാങ്കിങ്ങിലെ ഏറ്റവും മികച്ച 4 ടീം, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കാണിയെ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സെമി ഫൈനലുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ദിലീപിന് തരുന്ന എന്തൊക്കെയാണ് അതിലൊരു മാനസികമായിട്ടുള്ള സംഗതികൾ? അത് നമ്മൾ പക്ഷെ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു സർപ്രൈസ് ടീമെങ്കിലും ഉണ്ടാവും. അതെ, ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ക്രൊയേഷ്യ ആയിരുന്നു 2018. അതിനു മുമ്പ് ഇപ്പൊ ചില ആഫ്രിക്കൻ ടീംസ് മൊറോക്കോ എത്തി 2022. അതുപോലെ കുറച്ച് നമുക്കൊരു വ്യത്യാസം കാണാൻ എപ്പോഴും ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു പണ്ട് വലിയ ടീമായിരുന്ന ഒരു ടീം ഇപ്പൊ തിരിച്ചു വരുന്നത്, അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതൊന്നും പക്ഷെ ഇപ്പൊ ചെക്കിയെ പറ്റിയൊന്നും ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതൊരു ആകെപ്പാടെ നമുക്ക് കാണുന്നത് ശരിക്കും ഒരു യൂറോപ്യൻ ഫുട്ബോളിന്റെ ഡോമിനേഷൻ ആണ് ശരിക്കും. ഇപ്പൊ 6 ടീം ക്വാർട്ടറിലെത്തുക, അതിൽ 3 ടീം സെമിയിലെത്തുക, അതൊക്കെയാണ് ശരിക്കും കാണുന്നത് യൂറോപ്യൻ ഫുട്ബോളിന്റെ ഒരു ശക്തിയാണ്. നമുക്ക് ഓരോ കളിയും ഓരോ സെമി ഫൈനലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്നാൽ പോലും ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു സംഗതി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം സ്പെയിൻ ഫ്രാൻസ്, അർജന്റീന ഇംഗ്ലണ്ട് എന്ന് പറയുന്ന 2 ക്ലാസിക് മത്സരങ്ങൾ, ഒരു ആദ്യ തോന്നലുകൾ എന്താണ് ദിലീപിന്റെ? ആദ്യത്തെ കളി ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയും മികച്ച 2 ടീമുകൾ. അത് ചിലപ്പോൾ 1-2 മൊമെന്റ്സിലായിരിക്കും തീരുമാനിക്കുക. ഫ്രാൻസ് സ്പെയിൻ അത് 2 കംപ്ലീറ്റ് ടീംസ് ആണ്. മറ്റേത് 2 ഫ്ലോഡ് ടീംസ് ആയതുകൊണ്ട് കുറേ കൂടി നല്ല കളിയായിരിക്കും ചിലപ്പോൾ അർജന്റീന ഇംഗ്ലണ്ട്. 2 പേർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ 2 പേർക്കും മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഇവിടെ മെസ്സി, മറ്റൊരു ബെല്ലിംഗം, കെയ്ൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഡ്രാമയുള്ള, പിന്നെ എന്തായാലും മുൻ വൈരാഗ്യം കുറച്ചൊരു റോൾ അതിൽ വരും. അതെന്താ എത്രയായാലും ഇംഗ്ലീഷ് മീഡിയ അത് വലുതാക്കി ഇതാക്കും. എന്തായാലും അത് ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റും. പിന്നെ ഇപ്പൊ അർജന്റീനയ്ക്ക് റെഫറിയുടെ ഭാഗത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ള അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഇതാക്കി. അതെ, പക്ഷെ റെഫറിങ് പെർഫെക്റ്റ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എംബോളോന്റെ ആ കാർഡിൽ ആർക്കും ഒരു സംശയവും പാടില്ല. പക്ഷെ അത് ക്ലിയർ സിമുലേഷൻ ആണ്. നമുക്ക് എത്ര റീപ്ലേ നോക്കിയാലും അതിൽ കോണ്ടാക്ട് ഇല്ല.